ആധുനിക കാലത്ത് കണ്ടിട്ടുള്ള ആഭാസന്മാരിൽ ഏറ്റവും കുപ്രസിദ്ധനായ ജെഫ്രി എപ്സ്റ്റീൻ ഒരിക്കൽ പറഞ്ഞത് താൻ കണ്ടിട്ടുള്ളവരിൽ തന്നേക്കാൾ ലൈംഗിക വൈകൃതങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ചാൾസ് രാജാവിൻ്റെ സഹോദരൻ ആൻഡ്രൂ രാജകുമാരൻ മാത്രമാണ് എന്നാണ്. കിടപ്പുമുറിയിൽ ഏറ്റവും അധികം ലൈംഗിക വൈകൃതങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു മൃഗമാണ് ആൻഡ്രൂ എന്ന് ഒരിക്കൽ ആൻഡ്രൂവിനോടൊപ്പം കിടക്ക പങ്കിട്ട ഒരു സ്ത്രീ പറഞ്ഞു എന്നാണ് എപ്സ്റ്റീൻ പറയുന്നത്. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ലൈംഗികതയിൽ ഏറെ തൽപരനായ ആൻഡ്രൂവിന് റാൻഡി ആൻഡി എന്ന വിളിപ്പേരുണ്ടായിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മെയിൻ ഓൺലൈൻ ക്ലാസ് ആണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ പ്രായം 60കളുടെ മധ്യത്തിലുള്ള ആൻഡ്രൂ ജീവിതത്തിൽ ഇതുവരെ 1000-ലധികം സ്ത്രീകളുമായി ലൈംഗിക ബന്ധം പുലർത്തിയിട്ടുണ്ടെന്നും അതിൽ പറയുന്നുണ്ട്. ആൻഡ്രൂവിന് ജീവിതമെന്നാൽ അത് ലൈംഗികതയാണെന്നാണ് ഒരു സുഹൃത്ത് പറയുന്നത്. UK ട്രേഡ് അംബാസഡർ എന്ന നിലയിലും രാജകുടുംബാംഗം എന്ന നിലയിലും മറ്റ് ചുമതലകളുടെ ഭാഗമായും ലോകം മുഴുവൻ കറങ്ങി നടന്ന ആൻഡ്രൂ നിരവധി സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2006 തായ്ലൻഡ് രാജാവിന്റെ വജ്ര ജൂബിലി ആഘോഷത്തിന് ബ്രിട്ടീഷ് രാജകുടുംബത്തെ പ്രതിനിധീകരിച്ച് ആൻഡ്രൂ ആയിരുന്നു പോയിരുന്നത്. അന്ന് തായ്ലാൻഡിൽ താമസിച്ച് 3-4 ദിവസങ്ങൾക്കുള്ളിൽ 40-ലധികം സ്ത്രീകളുമായി ആൻഡ്രൂ ബന്ധപ്പെട്ടിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒരാൾ മുറിയിൽ നിന്നുമിറങ്ങിയാൽ ഉടൻ മറ്റൊരാൾ കയറും, അങ്ങനെയായിരുന്നത്രേ. വിദേശികൾ ലൈംഗിക തൊഴിലാളികളുമായി മുറിയിലെത്തുന്നത് സ്ഥിരം സംഭവമാണെങ്കിലും ആൻഡ്രൂവിന്റെ പ്രകടനം ഹോട്ടൽ ജീവനക്കാരെയും അമ്പരിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 13 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികളെ ലൈംഗിക പീഡനത്തിനിരയാക്കി എന്നാണ് പരാതിയിൽ. ബ്രോഡ്ഫോഴ്സിൽ 10 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 49-നും 71-നും ഇടയിൽ പ്രായമുള്ളവരെ ഇവരെ ആദ്യഘട്ട ചോദ്യം ചെയ്യലിന് ശേഷം ജാമ്യത്തിൽ വിട്ടതായി വെസ്റ്റ് ഷോർക്കിയർ പോലീസ് പറഞ്ഞു. കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ 1994-നും 1997-നും ഇടയിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന സംഭവത്തിൽ അന്ന് 13-നും 15-നും ഇടയിൽ പ്രായമുണ്ടായിരുന്ന 6 പെൺകുട്ടികളാണ് ഇതിൻ്റെ ഇരകൾ. കുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നതിനെതിരെ കർശന നടപടി എടുക്കുമെന്ന് പറഞ്ഞ വെസ്റ്റ് ഷോർക്കിയർ പോലീസ് വർത്തമാന കേസുകൾ മാത്രമല്ല കഴിഞ്ഞകാല സംഭവങ്ങളിലെയും പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്നില്ലെന്നും പറഞ്ഞു. കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നവർ സമൂഹത്തിൽ ഏറ്റവും വെറുക്കപ്പെടേണ്ടവരാണെന്നും അത്തരക്കാരെ വെറുതെ വിടില്ലെന്നും ഡിറ്റക്റ്റീവ് ചീഫ് ഇൻസ്പെക്ടർ വിക്കി ഗ്രീൻഹാൻ പറയുന്നു. ജീവിതത്തിൽ എത്ര മുൻപാണെങ്കിലും ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയരായവർ മുൻപോട്ട് വന്ന് പരാതി നൽകിയാൽ തീർച്ചയായും അത് അന്വേഷിക്കുമെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്.